മാത്സിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാന്ന് നമ്മള് നാലാമത്തെ അവർ എന്താ പഠിച്ചിട്ടുണ്ടായത്? എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു മാപ്പ് എങ്ങോട്ടേക്കാണ് സെഡ് പ്ലെയിനും ഡബ്ല്യു പ്ലെയിൻ്റെ അകത്തേക്ക് മാപ്പ് ചെയ്യുമ്പം എങ്ങനെയാണ് ഇമേജ് വരുന്നത് എന്നൊക്കെ പഠിച്ചു. ഇനി അടുത്ത നമ്മളെ മാപ്പ് എന്ന് പറയുന്നത് മാപ്പിംഗ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇ റേസ് ടു സെഡ് എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്? നമ്മളൊരു മാപ്പ് വേറൊരു മാപ്പായ ഇ റേസ് ടു സെഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാല് അതെങ്ങനെയാണ് സെഡ് പ്ലെയിനെ ഡബ്ല്യു പ്ലെയിനിലേക്ക് മാപ്പ് ചെയ്യുന്നതാണ് നോക്കുന്നത്. അതിനു മുന്നേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഈ ഒരു ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇ റേസ് ടു സെഡ് ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺഫോമൽ ആണോ അല്ലയോ? ഒന്ന് കമന്റ് ചെയ്താട്ടെ. എല്ലാ പോയിന്റിലും കൺഫോമൽ ആണോ അതോ ഏതൊക്കെ പോയിന്റിലാണ് കൺഫോമൽ അല്ലാത്തത് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞാട്ടെ. ഞാൻ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ടായതാണ്, അതാ ചോദിക്കുന്നത്. ഇറേസ് ടു സെഡ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഇറേസ് ടു സെഡ് എന്ന് പറയുന്ന ഈ ഒരു മാപ്പ് എന്ന് പറയുന്നത് കൺഫോമൽ ആണോ? കൺഫോമൽ ആണെങ്കിൽ ഏതൊക്കെ പോയിന്റ്സിൽ കൺഫോമൽ അല്ലെങ്കിൽ ഏത് പോയിന്റിലാണ് കൺഫോമൽ അല്ലാത്തത്? ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളവരോ? എല്ലാ പോയിന്റിലും ആണോ കൺഫോമല്? എന്നുകൂടി എല്ലാരും തിങ്ക് ചെയ്ത് പറഞ്ഞാട്ടെ. ബാക്കിയുള്ളവർക്ക് ആർക്കും അറിയില്ലേ? ഒന്ന് കമന്റ് ചെയ്യടോ. വേഗം. രണ്ട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളവരോ? ബാക്കിയുള്ളവർക്ക് എന്താ അറിയില്ലേ? ഇത് ക്ലാസ്സിൽ എടുത്ത പ്രോബ്ലം തന്നെയാണല്ലോ, പിന്നെന്താ? ക്വസ്റ്റ്യൻ ചോദിക്കണം ആരോടെങ്കിലും? കമന്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കണോ? വേഗം പറയും. കൺഫോമിലാണോ? ഏതൊക്കെ പോയിന്റിലാ ഗൂഗിളിൽ കൺഫോമൽ ആവുന്നേ? ഏതൊക്കെ പോയിന്റുകളിലാ കൺഫോമൽ ആവുന്നേ? ഓൾ പോയിന്റ്സില. ഓക്കെ. അപ്പൊ നമുക്കറിയാം എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു സെഡ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ എവിടെയും എന്താവുന്നില്ല, അതിന്റെ ഡെറിവേറ്റീവ് 0 ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺഫോമൽ അറ്റ് ഓൾ പോയിന്റ്സ് എന്ന് പറയാൻ പറ്റും. അപ്പം കൺഫോമൽ ആണെങ്കിൽ എന്തുണ്ട്? ആംഗിളും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒക്കെ പ്രിസർവ് ചെയ്യും. അപ്പൊ അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഞാൻ എന്ത് ചെയ്തു? നമ്മളെ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇ റേസ് ടു സെഡ് എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനെ അങ്ങനെ എടുത്തെഴുതി. പിന്നെയോ എനിക്ക് എന്തറിയാം? സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള കാര്യം അറിയാം അല്ലെ? സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി എന്താ ചെയ്തത് ഞാന്? നമ്മളെ ഡബ്ല്യു എന്ന് പറയുന്നത് യു പ്ലസ് ഐ വി ആന്ന് പറയാം, സെഡ് എന്ന് പറയുന്നത് എന്താ എക്സ് പ്ലസ് ഐ വൈ എന്നറിയാം. അപ്പം ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇ റേസ് ടു സെഡിന്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യാന്ന്? യു പ്ലസ് ഐ വിന്നും എക്സ് പ്ലസ് ഐ വൈയും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാന്ന്. അപ്പൊ നോക്കിയാട്ടെ, ഡബ്ല്യുവിന് യു പ്ലസ് ഐ വിന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ലെഫ്റ്റ് സൈഡ് യു പ്ലസ് ഐ വി വന്നു. പിന്നെയോ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു സെഡ് ആ. അപ്പം സെഡിന്റെ സ്ഥാനത്ത് ഞാൻ എക്സ് പ്ലസ് ഐ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പം ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് കിട്ടി. ഇനി നമുക്കൊരു റിസൾട്ട് അറിയാം. എന്താ? ഇ റേസ് ടു എം പ്ലസ് എൻ എന്ന് പറയുന്നത് ഇ റേസ് ടു എം ഇൻറ്റു ഇ റേസ് ടു എൻ ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ ഇങ്ങനെ മാറ്റി ചെയ്താ നമ്മളെ ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈന ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ വൈ എന്ന് മാറ്റി എഴുതാം. അപ്പൊ അങ്ങനെ ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈനെ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ വൈനെ ഞാൻ മാറ്റി എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു റിസൾട്ടും കൂടി അറിയാം. എന്താ? ഇ റേസ് ടു ഐ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണ്. ഇവിടെ എന്റെ ഇക്വേഷന്റെ അകത്ത് എന്താ? തീറ്റക്ക് പകരം ഒരു വൈ ഉള്ളത്. അപ്പൊ തീറ്റക്ക് പകരം വൈ ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ആ എവിടെയെല്ലാണോ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ തീറ്റ കാണുന്നേ അവിടെയൊക്കെ വൈ എന്ന് പറയുന്നത് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ നോക്കിയാട്ടെ നിങ്ങൾ, ഇ റേസ് ടു എക്സിനെ അങ്ങനെ എഴുതി. ഇ റേസ് ടു ഐ വൈ എന്ന് പറയുന്നത് എന്താ? കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ എന്ന് കിട്ടി. അപ്പൊ എനിക്ക് ഇപ്പൊ ഇക്വേഷൻ എന്താ കിട്ടിയത്? ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ എന്ന് കിട്ടി. അപ്പൊ അത് എന്ന് പറയുന്നത് എന്താ? യു പ്ലസ് ഐ വിക്ക് ഈക്വൽ ആണ്. അപ്പം ഇ റേസ് ടു എക്സിനെ ഞാൻ ആദ്യം എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. എങ്ങനെ? ഐന്റെ ടേംസ് വരുന്നത് ഒരു ഭാഗത്തും ഐ ഇല്ലാത്ത ടേംസ് ഒരു ഭാഗത്തും. അപ്പൊ ഐന്റെ ടേംസ് ഇല്ലാത്ത ഭാഗം എന്ന് പറയുന്നത് എന്താ? റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് ആണ്.
അതുപോലെ തന്നെ ഐ വരുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് ആണ്. അപ്പൊ എനിക്ക് ഇതാ ഇവിടെ റിയൽ പാർട്ടായിട്ട് ഇ റേസ് ടു എക്സ് കോസ് വൈയും കിട്ടി, പിന്നെ ഇമാജിനറി പാർട്ടായിട്ട് ഇ റേസ് ടു എക്സ് സൈൻ വൈയും കിട്ടി. അതായത് യു പ്ലസ് ഐ വി ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ എന്ന് കിട്ടി. ഇനി എന്താ ഞാൻ നോക്കേണ്ടത്, ഇതിൻ്റെ അകത്തിന് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ജസ്റ്റ് ഞാനൊന്ന് എന്താ വീണ്ടും മാറ്റി മാറ്റി എഴുതി കൊടുത്ത്. അതായത് യു ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് കോസ് വൈ എന്നും കൊടുത്തു, വി ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ എന്നും കൊടുത്തു. അങ്ങനെ എനിക്ക് ഇക്വേഷൻ 1 കിട്ടി. ഇക്വേഷൻ 1 കിട്ടിയ വരെ എല്ലാവർക്കും ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്താട്ടെ. ഇക്വേഷൻ 1 കിട്ടിയത് വരെ എല്ലാവർക്കും ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്യ്. ഓക്കെ, അപ്പം ഇക്വേഷൻ 1 എനിക്ക് കിട്ടി. ഇനി എന്താ ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് സെഡ് പ്ലെയിനിന്റെ അകത്ത് ഇമേജ് ഡബ്ല്യു പ്ലെയിനിൽ എന്താ വരുന്നത് നോക്കാൻ വേണ്ടിയിട്ട് എന്താണ് എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെർട്ടിക്കൽ ലൈനും വൈ ഇസ് ഈക്വൽ ടു കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ ലൈനും ആണ് കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എന്താ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത്. അതേപോലെ എന്താ ഇവിടെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു ഹൊറിസോണ്ടൽ ലൈനും ഒരു വെർട്ടിക്കൽ ലൈനും ആണ്. അപ്പൊ നോക്കിയാട്ടെ, ഞാൻ ഇത് എവിടെ എഴുതിയേ, വി ഷാൾ ഫൈൻഡ് the image in the W plane corresponding to straight lines parallel to the coordinate axis in the Z plane. അതായത് Z is equal to constant എന്ന് പറഞ്ഞ, അതായത് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സി കൊണ്ട് നൊട്ടേറ്റ് ചെയ്യാം, Y is equal to വേറൊരു കോൺസ്റ്റന്റ്, അതിന് ഞാൻ ജസ്റ്റ് ഒരു കെ കൊണ്ട് നൊട്ടേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഏത് നൊട്ടേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷെ അതിനനുസരിച്ച് നമ്മൾ എന്താ ആ ഒരു റെപ്രസെന്റ് ചെയ്യുന്നതിന് കുറച്ച് മാറ്റം വരുന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ നമ്മൾ Z is equal to സിയും Y is equal to കെയും കൂടി കൺസിഡർ ചെയ്തിട്ട് എങ്ങനെയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ആ ഒരു ഇക്വേഷൻ 1ന്റെ അകത്തെ എക്സിനെയും വൈനെയും സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. നമ്മൾ നേരത്തെ അങ്ങനെയല്ലേ ചെയ്തിട്ടുണ്ടായത്, എക്സിന് ആദ്യം സി എന്ന് പറയുന്ന വാല്യൂ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ Y is equal to കെ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് വേറൊരു ഇക്വേഷനും കണ്ടുപിടിച്ചു. അപ്പൊ അതുപോലെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നോക്കാലോ എങ്ങനെയാ ചെയ്യുന്നതെന്ന്. ആദ്യം ഞാൻ ഇക്വേഷൻ 1 നിങ്ങൾ നോക്കി വെക്കാം. ഒന്ന് ഇ റേസ് ടു എക്സ് കോസ് വൈയും പിന്നെയോ ഇ റേസ് ടു എക്സ് സൈൻ വൈയും, ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ആദ്യം ഞാൻ ചെയ്യുന്നത് ഈ ഇക്വേഷൻ 1നെ, അതായത് യുവിനെ വേറെ തന്നെ വിനെ വേറെ തന്നെ സ്ക്വയർ ചെയ്യുക, എന്നിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ എന്താ കിട്ടുന്നത് നോക്കാം. അതുപോലെ തന്നെ അടുത്ത ചെയ്യാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വിനെ ഈ യു കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. നോക്കിയാട്ടെ, ഫസ്റ്റ് സ്ക്വയറിങ് ആൻഡ് ആഡിങ് 1, അതായത് യുവിനെ സെപ്പറേറ്റ് ആയിട്ട് സ്ക്വയർ ചെയ്യുക, വിനെയും സെപ്പറേറ്റ് ആയിട്ട് സ്ക്വയർ ചെയ്യുക. സെപ്പറേറ്റ് ആയിട്ട് സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ വരിക, യു സ്ക്വയർ എന്ന് പറയുന്നത് ഇ റേസ് ടു 2x ഇൻറ്റു കോസ് സ്ക്വയർ വൈ എന്ന് വരും. അതായത് യു എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് കോസ് വൈ ഏനും, അപ്പം ഇ റേസ് ടു എക്സിനെ സ്ക്വയർ ചെയ്യുമ്പം ഇ റേസ് ടു 2x ആയി മാറും, കോസ് വൈനെ സ്ക്വയർ ചെയ്യുമ്പം കോസ് സ്ക്വയർ വൈ ആയിട്ട് മാറും. ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് യുവിനെ സ്ക്വയർ ചെയ്യുമ്പോൾ യു സ്ക്വയർ ആയിട്ട് മാറും. അപ്പം യു സ്ക്വയർ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ വൈ എന്ന് എനിക്ക് കിട്ടി. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, വീനെയും സ്ക്വയർ ചെയ്യാം. വീനെയും സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ കിട്ടുക, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സിന്റെ സ്ക്വയർ, അതായത് ഇ റേസ് ടു 2x, പിന്നെയോ സൈൻ വൈന്റെ സ്ക്വയർ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ വൈയും. അപ്പം യു സ്ക്വയർ എനിക്ക് കിട്ടി, വി സ്ക്വയർ എനിക്ക് കിട്ടി. ഇനി ഞാൻ ജസ്റ്റ് അത് രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്യുക ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡ് യൂസ് ചെയ്തിട്ടും റൈറ്റ് സൈഡ് വെച്ചിട്ട് ഒന്ന് ആഡ് ചെയ്യുമ്പോൾ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയറിന് ലെഫ്റ്റ് സൈഡ് കിട്ടി, പിന്നെയോ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു 2x ഇൻറ്റു കോസ് സ്ക്വയർ വൈ പ്ലസ് ഇ റേസ് ടു 2x ഇൻറ്റു സൈൻ സ്ക്വയർ വൈ എന്നും കിട്ടി. അപ്പൊ ഇനി നിങ്ങൾ നോക്കിയട്ടെ, നമുക്ക് ഇ റേസ് ടു 2x രണ്ട് ടേമിന്റെ അകത്തും കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇ റേസ് ടു 2x ഞാൻ എന്ത് ചെയ്തു, ഒന്ന് ബ്രാക്കറ്റിന് പുറത്തെടുത്തിട്ട് ബാക്കി ഏതെല്ലാന്നോ ടേംസ് ഉള്ളിൽ വരുന്ന വെച്ചാൽ അതിനെ ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റ് ചെയ്ത് എഴുതി. അപ്പൊ എന്താ ബാക്കി വരുന്നത്, ആദ്യത്തെ ടേമിന്റെ അകത്തൊരു കോസ് സ്ക്വയർ വൈ വരും, രണ്ടാമത്തെ ടേമിന്റെ അകത്തൊരു സൈൻ സ്ക്വയർ വൈയും വരും. അപ്പൊ നമുക്ക് എന്ത് റിസൾട്ട് അറിയാം, കോസ് സ്ക്വയർ വൈ പ്ലസ് സൈൻ സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു 1 ആണെന്നറിയാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ കോസ് സ്ക്വയർ വൈ പ്ലസ് സൈൻ സ്ക്വയർ വൈനെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, 1 കൊടുത്തു. അപ്പൊ എന്താ എനിക്ക് ഇക്വേഷൻ ലാസ്റ്റ് കിട്ടിയേ, യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു 2x എന്ന് പറയുന്നൊരു ഇക്വേഷൻ കിട്ടി. അത് ഞാൻ ഇവിടെ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്താട്ടെ. അയ്യോ, കൃഷ്ണേന്ദുവിനെ കേൾക്കാൻ പറ്റുന്നില്ല, റേഞ്ചിന്റെ കുഴപ്പമാണോ?
കൃഷ്ണേന്ദുന് മാത്രമാണോ ഈ പ്രോബ്ലം വരുന്നേ? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങൾക്ക് ഇത്രയും ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ അല്ലയോ എന്നുള്ള കാര്യം. ആ ബോക്സിലിട്ട ആ ഒരു ഇക്വേഷൻ കിട്ടുന്നത് എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, എല്ലാരും ഒന്ന് കമന്റ് ചെയ്യേ. ഓക്കെ, ക്ലിയർ ആണ്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും. അപ്പൊ ഇവിടെ ഞാനൊരു വെർട്ടിക്കൽ ലൈൻ കൺസിഡർ ചെയ്യാണ്. വെർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് എന്ന് പറയുന്നതാണ് ഒരു വെർട്ടിക്കൽ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതെല്ലാവർക്കും ക്ലിയർ ആയതല്ലേ? കാരണം എന്താ, എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കോൺസ്റ്റന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 1ന്റെ അകത്തേ കൂടി താഴോട്ടേക്ക്, അതായത് വൈ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈനാണ് കിട്ടുക. എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 2ന്റെ അകത്തേ കൂടി കടന്നു പോകുന്ന വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള വേറൊരു ലൈനാണ് കിട്ടുക. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്നത് എന്താ ശരിക്ക്? ഒരു വെർട്ടിക്കൽ ലൈൻ ആണ്. എവിടെ? പാസിംഗ് ത്രൂ സിയിലേക്ക് കൂടി പാസ് ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ ലൈനാണ് എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ എക്സിന് പകരം സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാന്ന്. നോക്കിയാട്ടെ, എവിടെയാ എക്സ് ഉള്ളത്? ഇ റേസ് ടു 2 ഇൻറ്റു എക്സ് ആ ഉള്ളത്. അപ്പൊ ഈ എക്സിന് ഞാൻ സി എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുപ്പം എനിക്ക് എന്ത് കിട്ടി? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു 2 ഇൻറ്റു സി എന്ന് കിട്ടി. അതായത് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു 2 സി എന്ന് കിട്ടി. ഇ റേസ് ടു 2 സി എന്ന് പറഞ്ഞ എന്താ? ഒരു കോൺസ്റ്റന്റ് ആണ്, വേറെ ഏതോ ഒരു കോൺസ്റ്റന്റ് ആണ്. കാരണം എന്താ, ഇ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ടേം ആണ്. അതിനെ ഞാനൊരു വേറൊരു കോൺസ്റ്റന്റ് ടേമിനെ കൊണ്ട് സ്ക്വയർ ചെയ്തപ്പം എന്താ കിട്ടിയത്? അതും വേറെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടി. ആ കോൺസ്റ്റന്റ് ഞാൻ ജസ്റ്റ് ആർ സ്ക്വയർ എന്ന് മറ്റു നോട്ടേറ്റ് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആർ എന്തായിരിക്കും? ഇ റേസ് ടു 2 സി എന്ന് പറയുന്നത് ആർ സ്ക്വയർ ആണെങ്കിൽ എന്തായിരിക്കും ആർ എന്ന് പറയുന്നത്? ഇ റേസ് ടു സി ആയിരിക്കും ഇവിടുത്തെ ആർ എന്ന് പറയുന്നത്. കാരണം എന്താ, ആറിനെ ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്യുമ്പം ഇ റേസ് ടു സിക്ക് ജസ്റ്റ് സ്ക്വയർ ചെയ്തതാണ് കിട്ടുന്നത്. അപ്പൊ നമ്മളെ ആർ എന്ന് പറയുന്നത് ഇവിടെ ഇ റേസ് ടു സി ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ആർ സ്ക്വയർ യൂസേജ് റെപ്രസെന്റ് ചെയ്തതേ ഉള്ളൂ. കാരണം എന്താ, ഇവിടെ ഈ ഒരു ഇക്വേഷൻ ഏതൊരു ഫോമിലാണെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഞാൻ ആർ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് അവിടെ ഇ റേസ് ടു 2 സീന ജസ്റ്റ് റീപ്ലേസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, എനിക്ക് എന്താ കിട്ടിയേ? യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു, അതായത് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയറിനാണ് കിട്ടിയത്. അതാണ് ഞാൻ ഇവിടെ ബോക്സിൽ ഇട്ടിട്ടുള്ളത്. നോക്കിയാ, യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതെന്താണ്? ഒരു ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ആണ് അല്ലെ? വിത്ത് സെന്റർ എന്ന് പറയുന്നത് ഒറിജിനും റേഡിയസ് എന്ന് പറയുന്നത് എന്താ? ആറും. എവിടെയാന്ന് പക്ഷെ കിട്ടുക നമുക്ക്? ഡബ്ല്യു പ്ലെയിനിൽ. കാരണം നമ്മൾ എടുക്കുന്ന പോയിന്റ്സുകൾ സെറ്റ് പ്ലെയിനിലാണ്, നമുക്ക് കിട്ടേണ്ട ഇമേജുകൾ ഡബ്ല്യു പ്ലെയിനുകളിലാണ്. അപ്പം യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സർക്കിൾ ആണ് വിത്ത് സെന്റർ 0യും റേഡിയസ് ആറും. എവിടാ? ഡബ്ല്യു പ്ലെയിനിൽ. ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? നമ്മളെ ഒരു വെർട്ടിക്കൽ ലൈനായ എക്സ് ഇസ് ഈക്വൽ ടു സീന നമ്മളെ ഇ റേസ് ടു സെഡ് എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ മാപ്പ് ചെയ്യുന്നത് എവിടത്തേക്കാണ്? ഒരു സർക്കിളിന്റെ അകത്തേക്കാണ്. ക്ലിയർ ആണോ എല്ലാവർക്കും അത്? ഒന്ന് കമന്റ് ചെയ്താട്ടെ എല്ലാരും. ഒന്ന് കമന്റ് ചെയ്യും. മനസ്സിലായവരെല്ലാരും കമന്റ് ചെയ്യും. കൃഷ്ണേന്ദ്രന് റേഞ്ചിന്റെ പ്രോബ്ലം ആണോ? എന്താ ഇപ്പൊ ഞാൻ ചെയ്യാ? അവളോട് മിസ് പറഞ്ഞു ഒന്നും ഞാൻ കേൾക്കുന്നുണ്ടായിട്ടില്ല. റേഞ്ചിന്റെ കുഴപ്പമാണോ? ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? എങ്ങനെയാ? അവക്ക് മാത്രാണോ കേൾക്കാൻ പറ്റാത്തത്? ആയിരിക്കും മിസ്, എനക്ക് ഇടക്കിടക്ക് റേഞ്ച് പോകുന്നുണ്ടേനു. അതെയാ, നീ ഒന്ന് ഈ PDF ഒന്ന് വായിച്ചു നോക്ക. എവിടെയെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് ചോദിച്ചാൽ മതി കേട്ടാ. ആ കേൾക്കാത്ത ഭാഗം ഇപ്പൊ ആ പറഞ്ഞത് ക്ലിയർ ആണോ? എന്ത്? ഞാൻ കേട്ടിട്ടില്ല മിസ്സേ. ഒന്നും കേട്ടിട്ടില്ല? ഇല്ല. ഓ, എന്നാ ഒന്ന് വായിച്ചു നോക്കട്ടെ, എന്നിട്ട് ഞാൻ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞുതരാം. ആ അപ്പൊ ക്ലിയർ ആണോ എല്ലാവർക്കും? ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? ഒന്ന് കമന്റ് ചെയ്യടോ. കുറെ കുട്ടികൾ കമന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? ബോയ്സിന് ക്ലിയർ ആണോ? ഒറ്റ ബോയ്സിനെ കാണുന്നില്ലല്ലോ. അറ്റൻഡൻസ് എടുക്കാൻ മാത്രമാണോ ഇവര് വരുന്നത്? ഓക്കെ,
അപ്പം നമുക്കിപ്പോ എന്താ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈന് നമ്മളെ e⁻z മാപ്പ് ചെയ്യുന്നത് ഒരു സർക്കിൾ ആണ് വിത്ത് സെന്റർ ഒറിജിനും റേഡിയസ് ആറും. അപ്പൊ ഇനി അതുപോലെ നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം? നമ്മളെ ഹൊറിസോണ്ടൽ ലൈനെ എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്യുന്നത് നോക്കണം. അതിനുവേണ്ടി ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത്? നമ്മളെ ഇക്വേഷൻ 1ന്റെ അകത്തെ വീനെ ഞാൻ ജസ്റ്റ് ഒന്ന് യു കൊണ്ട് ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത്. വീന ജസ്റ്റ് യു കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തു. അപ്പം വി എന്ന് പറയുന്നത് എന്തായിരുന്നു? e⁻x sin y, യു എന്ന് പറയുന്നത് e⁻x cos y. അപ്പം വി ബൈ യു ചെയ്യുമ്പോൾ എന്താ കിട്ടുക നോക്കിയട്ടെ? e⁻x sin y ഡിവൈഡഡ് ബൈ e⁻x ഇൻറ്റു cos y എന്ന് കിട്ടി. അപ്പം e⁻xും e⁻xും ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ എന്താ ബാക്കിയുള്ളത് അവിടെ? sin y ഡിവൈഡഡ് ബൈ cos y. അതെന്താണ്? tan y ആണ്. അപ്പൊ നമുക്ക് വി ബൈ യു ഇസ് ഈക്വൽ ടു ടാൻ വൈ എന്ന് കിട്ടി. ഇനി എന്താ ഞാൻ ചെയ്യുന്നത്? അവിടുത്തെ ആ വൈക്ക് ഞാനൊരു കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാന്ന്. കെ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? വൈ ഇസ് ഈക്വൽ ടു കെ എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ലൈനിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ അങ്ങനെ ഞാൻ വൈ ഇസ് ഈക്വൽ ടു കെ എന്ന് പറയുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈൻ ചൂസ് ചെയ്തതിന് ശേഷം ഇവിടുത്തെ ഈ വൈക്ക് എന്താ കൊടുത്തത്? കെ എന്ന് പറഞ്ഞ ആ ഒരു വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ നോക്കിയാട്ടെ എന്താ കിട്ടിയതെന്ന്? വി ബൈ യു ഇസ് ഈക്വൽ ടു ടാൻ വൈക്ക് പകരം ഇവിടെ കെ കൊടുത്തു. അതായത് ടാൻ കെ എന്ന് കിട്ടി. ഇതെന്താണ്? നമ്മൾ ടാൻ ഓഫ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു പോയിന്റിന്റെ അകത്തുള്ള സ്ലോപ്പ് ആണ് അല്ലെ? ടാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലോപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ യൂസ് ചെയ്യുന്നത്. ടാൻജന്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അത് ആ ഒരു പോയിന്റിലെ സ്ലോപ്പാണ് അല്ലെ? അതെല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ? ഒന്ന് കമന്റ് ചെയ്താട്ടെ. അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ടാൻ എന്ന് പറയുന്നത് സ്ലോപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും അറിയാം അല്ലെ? അപ്പം അത് ഞാൻ ഈ ടാൻ കേക്ക് പകരം എന്ത് കൊടുത്തു? അതിന്റെ വാല്യൂ ആയിട്ട് ജസ്റ്റ് ഒന്ന് എം എന്ന് പറഞ്ഞൊന്ന് നൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ എനിക്ക് ഇപ്പം കിട്ടിയത് എന്താ? വി ബൈ യു ഇസ് ഈക്വൽ ടു എം എന്ന് കിട്ടി. അതായത് വി എന്ന് പറയുന്നത് യു ഇൻറ്റു എമ്മിനോട് ഈക്വൽ ആണ്. അപ്പം ഇങ്ങനെ ഒരു ഇക്വേഷൻ എനിക്ക് ഇപ്പൊ കിട്ടിയത്. നോക്കിയാട്ടെ, വി ഇസ് ഈക്വൽ ടു യു ഇൻറ്റു എം. ഇതെന്താണ്? ഇറ്റ് ഈസ് എ സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ ഇൻ ഡബ്ല്യു പ്ലെയിൻ. ഇതൊരു സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു റേഡിയൽ ലൈനിന്റെ ഇക്വേഷൻ ആണ്. റേഡിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? സീറോന്റെ അകത്തെ കൂടി പാസ് ചെയ്യുന്ന എന്താ പറയാ, ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ടുള്ള സ്ട്രേറ്റ് ലൈൻ. ഇപ്പൊ y ഈക്വൽ ടു എക്സ് എന്നെല്ലാം പറയുന്ന ഒരു റേഡിയൽ ലൈൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ട്രേറ്റ് ലൈനുകളായിട്ടാണ് നമുക്ക് നമ്മളെ എന്താ പറയാ ഹൊറിസോണ്ടൽ ലൈനുകളെ മാപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഹൊറിസോണ്ടൽ ലൈന e⁻z വെച്ചിട്ട് മാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് പാസിംഗ് ത്രൂ ദി ഒറിജിൻ. ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? നമ്മളെ സ്ട്രെയിറ്റ് ലൈൻ ഹൊറിസോണ്ടൽ ലൈന സ്ട്രെയിറ്റ് ലൈനിലേക്ക് മാപ്പ് ചെയ്യുന്നതിലെ കാര്യം ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ വീന യു കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് ടാൻ വൈ കിട്ടി. വി ബൈ യു ഈക്വൽ ടു ടാൻ വൈ കിട്ടി. ആ വൈക്ക് പകരം ഞാൻ എന്ത് ചെയ്തു? ഒരു ഹൊറിസോണ്ടൽ ലൈനെ റെപ്രസെന്റ് ചെയ്യുന്ന വൈ ഇസ് ഈക്വൽ ടു കെ എന്ന് പറയുന്ന ഇക്വേഷൻ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. അപ്പം വി ബൈ യു ഇസ് ഈക്വൽ ടു എം എന്ന് പറയുന്നത് ഞാൻ എടുത്തു. അതിനുശേഷം വി ഇസ് ഈക്വൽ ടു യു എന്ന് എഴുതി. അതായത് വൈ ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞ ആ ഒരു ഫോമിലാണ് നമ്മൾ എന്തുള്ളത്? ഇവിടെയുള്ള ഇക്വേഷൻ. അവിടെ സിക്ക് പകരം ഇവിടെ സീറോ ആണ് മാത്രം. അതായത് ഈ ഒരു സ്ട്രെയിറ്റ് ലൈനുകളെല്ലാം ഏതിലെ കൂടിയാ പാസ് ചെയ്യുന്നത്? പാസിംഗ് ത്രൂ ദി ഒറിജിൻ. എവിടെയാ കിട്ടുക നമുക്ക് ഇതിന്റെ ഇമേജുകള്? ഡബ്ല്യു പ്ലെയിനുകളിൽ. കാരണം നമ്മൾ എടുക്കുന്നത് സെറ്റ് പ്ലെയിനുകളിലാണ്. സെറ്റ് പ്ലെയിനിനെ എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുക? ഡബ്ല്യു പ്ലെയിനുകളിലാണ് മാപ്പ് ചെയ്യുക. അപ്പൊ സെറ്റ് പ്ലെയിനിലെ ഒരു ഹൊറിസോണ്ടൽ ലൈന് ഡബ്ല്യു പ്ലെയിനിലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിനിലേക്കാണ് എന്ത് ചെയ്യുന്നത്? e⁻z മാപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്താട്ടെ. ഓക്കെ, അപ്പൊ ക്ലിയർ ആണ്. ഇനി നമുക്ക് അതിന്റെ ഫിഗേഴ്സ് ഒന്ന് നോക്കാം, എങ്ങനെയാണ് ഫിഗർ വരുന്നതെന്ന്. അപ്പൊ അതിന് ആദ്യം കുറച്ച് കേസസ് ഉണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക. കേസസ് എവിടെയെങ്കിലും ഡൗട്ട് വരുമ്പോൾ ചോദിക്കാം. ഞാനൊരു വെർട്ടിക്കൽ ലൈന് എക്സ് ഇസ് ഈക്വൽ ടു സി കൺസിഡർ ചെയ്തു. അത് എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായേ? സർക്കിൾ ഇൻ ഒമേഗ. അതായത് ഡബ്ല്യു പ്ലെയിനുകളിലെ സർക്കിളിന്റെ അകത്തേക്കാണ് നമ്മളെ വെർട്ടിക്കൽ ലൈനുകളിനെ മൂവ് ചെയ്യിക്കുന്നത്. അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈനുകളുടെ ഇമേജ് എന്ന് പറയുന്നത് സർക്കിൾസ് ആണ് ഡബ്ല്യു പ്ലെയിനുകളിൽ. അപ്പൊ ഈ വെർട്ടിക്കൽ ലൈൻസുകൾ എന്തെല്ലാം സാധ്യതകൾ ഉണ്ട് ശരിക്കും അവിടെ? ഒന്ന് പോസിറ്റീവ് ആകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ റിയൽ ആക്സിസിന്റെ അകത്തെ പോസിറ്റീവ് റിയൽ ആക്സിസിന്റെ അകത്തെ ഒരു പോയിന്റാ ചൂസ് ചെയ്തത്. ഇപ്പം ഞാൻ എക്സ് ഈക്വൽ ടു 1 ചൂസ് ചെയ്തതെങ്കിൽ
ആ 1 എന്ന് പറയുന്ന പോയിന്റിന്റെ അകത്തേക്ക് കൂടി താഴോട്ടേക്ക് പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. ഇനി അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഞാൻ ചൂസ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ എന്താ അതൊരു വൈ ആക്സിസ് ആണ് അല്ലെ. നമ്മളെ വൈ ആക്സിസ് തന്നെയാണ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഇനിയോ ഞാൻ ചിലപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു -2 ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, അത് എന്ന് പറയുന്നത് നെഗറ്റീവ് റിയൽ ആക്സിസിന്റെ അകത്തെ -2 എന്ന് പറയുന്ന പോയിന്റിന്റെ അകത്തേക്ക് കൂടി പാസ് ചെയ്യുന്ന ഒരു എന്താ വൈക്ക് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനാണ്. അപ്പം ഈ സിക്ക് ഒന്ന് ഗ്രേറ്റർ ദാൻ 0 ആകാനുള്ള ചാൻസ് ഉണ്ട്, ഒന്ന് ലെസ് ദാൻ 0 ആകാനുള്ള ചാൻസ് ഉണ്ട്, പിന്നെ ഒന്ന് ഈക്വൽ ടു 0 ആകാനുള്ള ചാൻസ് കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെയില്ല 3 കേസാണ് ഇപ്പൊ ഒന്ന് കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയാട്ടെ, ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു കേസ് 1 എന്ന് പറയുന്നത് ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സി, അതായത് ഒരു പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നത്. നമ്മളെ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്ന് പറയുന്ന ആർ സ്ക്വയർ ആണ്. അവിടെ സർക്കിൾ വിത്ത് സെന്റർ 0ഉം റേഡിയസ് എന്ന് പറയുന്നത് ഇ റേസ് ടു സി യു ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇ റേസ് ടു 2c ആണ് നമുക്ക് കിട്ടിയത്. അതിനെ ഞാൻ ജസ്റ്റ് ആർ സ്ക്വയർ കൊണ്ട് മാറ്റി എഴുതിയപ്പം അവിടുത്തെ ആർ എന്ന് പറയുന്നത് ഇ റേസ് ടു സികളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ ഇനി ബാക്കി കാര്യങ്ങൾ നോക്കുന്നത്. ആദ്യം ഞാൻ എന്ത് ചെയ്തു, അങ്ങനെയുള്ള ആ സികള് പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചു, സി ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വിചാരിച്ചു. ഇനി എന്താ ചെയ്ത്, ജസ്റ്റ് ഞാനൊന്ന് എക്സ്പോണൻഷ്യൽ യൂസ് ചെയ്ത് കൊടുത്തു. അവിടെ ത്രൂ ഔട്ട് എക്സ്പോണൻഷ്യൽ എടുത്തു. അപ്പം ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു സി ആയി മാറി, റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു 0 ആയിട്ട് മാറി. അപ്പൊ ഇ റേസ് ടു സി എന്ന് പറയുന്നതാണ് നമ്മളെ റേഡിയസ് എന്ന് പറയുന്നത്. അത് അങ്ങനെ എഴുതി. അത് ഗ്രേറ്റർ ദാൻ എന്താണ്, ഇ റേസ് ടു 0നേക്കാളും വലുതാണ്. ഇ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്കറിയാം. അപ്പം സികള് പോസിറ്റീവ് ആകുമ്പം നമ്മളെ ആ ഒരു റേഡിയസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, 1നേക്കാളും വലുതായിരിക്കും. നമ്മള് ഏത് സി എടുത്തു കഴിഞ്ഞാലും, 0നേക്കാളും വലിയ ഏതൊരു സി എടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ആ ഒരു സർക്കിളിന്റെ റേഡിയസുകൾ എന്തായിരിക്കും, 1നേക്കാളും വലുതായിരിക്കും. ക്ലിയർ ആണോ എല്ലാവർക്കും അത്? ആ കേസ് 1 ഒന്ന് കമന്റ് ചെയ്താട്ടെ. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കേസ് ടു എന്താ, സി എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആകുമ്പോൾ, സി എന്ന് പറയുന്നത് ലെസ് ദാൻ 0, അതായത് ഒരു നെഗറ്റീവ് സി ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നെങ്കിൽ എന്താ സംഭവിക്കുക, ജസ്റ്റ് അവിടെയും ഞാൻ എന്ത് ചെയ്തു, ഒരു എക്സ്പോണൻഷ്യൽ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പം ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു സി ആയിട്ട് മാറി, റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു 0 ആയിട്ട് മാറി. അതായത് നമ്മളെ റേഡിയസ് ഇ റേസ് ടു സി എന്ന് പറയുന്നത് ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1നേക്കാളും ചെറുതായിരിക്കും എന്ന് കിട്ടി. അതായത് നമ്മൾ എപ്പോഴൊക്കെ സി എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് ചൂസ് ചെയ്തിനോ അപ്പോഴൊക്കെയുള്ള ആ ഒരു കിട്ടുന്ന ഇമേജിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 1നേക്കാളും ചെറുതായിരിക്കും. അതായത് യൂണിറ്റ് സർക്കിളിന്റെ ഉള്ളിലായിരിക്കും നമുക്ക് കിട്ടുന്ന ഇമേജുകൾ വരുന്നത്. ഈ കേസ് 2 ക്ലിയർ അല്ലേ എല്ലാവർക്കും? കേസ് 2 ക്ലിയർ അല്ലേ? ഒന്ന് കമന്റ് ചെയ്താ. ഓക്കെ, ഇനി അതേപോലെ നമ്മൾ എന്ത് ചെയ്യാ, കേസ് ത്രീ എന്ന് പറയുന്നത് ഇവിടെ സി എന്ന് പറയുന്നത് 0 ആകുക. അതായത് നമ്മൾ എടുക്കുന്ന ആ ഒരു സി എന്ന് പറയുന്നത് 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, എക്സ്പോണൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇ റേസ് ടു സി വരും. ഇ റേസ് ടു സി വന്ന് അത് എന്ന് പറയുന്നത് ഇ റേസ് ടു 0നോട് ഈക്വൽ ആയിരിക്കും. അപ്പം ഇ റേസ് ടു സിനോട് ഈക്വൽ ആകുമ്പോൾ എന്താ കിട്ടുക, ഇ റേസ് ടു സി ഈസ് ഈക്വൽ ടു 1 വരെ നമുക്ക് കിട്ടി. ഇ റേസ് ടു സി ഈസ് ഈക്വൽ ടു 1 കിട്ടി. അതായത് നമ്മളെ റേഡിയസ് എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും. നമ്മള് സി എന്ന് പറയുന്നത് 0 ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മളെ റേഡിയസ് എന്താ, 1 ആയിട്ട് കിട്ടും. ഈ കേസ് 3 ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? കേസ് 1, കേസ് 2, കേസ് 3 3 കേസുകളുടെ അത് 3ഉം ക്ലിയർ ആയി. അപ്പൊ ഇനി നമുക്ക് നോക്കാലോ. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. അപ്പൊ കേസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, സി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ, അതായത് 0നേക്കാളും വലിയ ഏതൊരു സി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അത് നമുക്ക് എന്താ കിട്ടുക, അതിന്റെ റേഡിയസുകൾ 1 ആയിട്ട് കിട്ടുക. നമുക്ക് കിട്ടുന്ന ഇമേജിന്റെ റേഡിയസുകൾ 1നേക്കാളും വലുതായിരിക്കും. അറ്റ് സി ഈക്വൽ ടു 0ന്റെ അകത്ത് എന്താ, ഇമേജ് എന്ന് പറയുന്നതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അറ്റ് സി എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആകുമ്പോൾ, നെഗറ്റീവുകളാകുമ്പോൾ നമുക്ക് കിട്ടുന്ന റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 1നേക്കാളും ചെറുതായിരിക്കും. ഈ 3 കാര്യം നമ്മളെ മൈൻഡിൽ ഉണ്ടാവണം. ഇനി നോക്കിയാട്ടെ, ഇതാ ഞാൻ ജസ്റ്റ് അതൊന്ന് ഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ഞാനൊരു ഇക്വേഷൻ സ്ട്രെയിറ്റ് ലൈൻ
പാരലൽ ടു വൈ ആക്സിസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇ റേസ് ടു സി എന്ന് പറയുന്നത് റേഡിയസ് ആയിട്ട് വരുന്ന ഒരു സർക്കിളാ കിട്ടുക. ഇതവിടെ ഡോട്ടഡ് ലൈൻസ് യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സർക്കിളാ കിട്ടുക. വിത്ത് സെന്റർ എന്ന് പറയുന്നത് എപ്പോഴും സീറോ തന്നെയായിരിക്കും. എന്തേ മാറ്റം സംഭവിക്കുള്ളൂ? റേഡിയസുകൾക്കാണ് മാറ്റം സംഭവിക്കുക. നമ്മൾ എടുക്കുന്ന ഓരോ സ്ട്രെയിറ്റ് ലൈനിന്റെയും എന്താ പറയാ, ഇതിപ്പോ എക്സ് ഈക്വൽ ടു 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇ റേസ് ടു 1 ആയിരിക്കും. ഇപ്പം 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇ റേസ് ടു 2 വരും. അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പം നമ്മളെ ഈ ഒരു വൈ ആക്സിസിന് എങ്ങോട്ടേക്കാ നമ്മളെ ഇ റേസ് ടു സെറ്റുകൾ മാപ്പ് ചെയ്യാം? വൈ ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0, അതായത് സി എന്ന് പറയുന്നത് 0 ആകുമ്പോൾ, സി എന്ന് പറയുന്നത് 0 ആകുമ്പോൾ എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്യുക? അതൊരു യൂണിറ്റ് സർക്കിളിന്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്യുക. ഈ ഉൾഭാഗങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാനിവിടെ ഈ വരയ്ക്കുന്ന ആ ഒരു ഇങ്ങനെയുള്ള ഈ പോർഷൻസ് ആണ്. നമ്മുടെ സർക്കിൾ എന്ന് പറഞ്ഞ ഇതല്ലേ, ഈ ഒരു ബൗണ്ടറി മാത്രമേ വരുന്നുള്ളൂ, ഉൾഭാഗങ്ങളല്ല വരുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ ഒരു ലൈന് മാപ്പ് ചെയ്യുന്നത് ഈ ഒരു ബൗണ്ടറി യൂണിറ്റ് സർക്കിളിന്റെ അകത്തേക്കാണ്. അതുപോലെ തന്നെ എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ ഇ റേസ് ടു സി സെന്റർ ആയിട്ട് വരുന്ന ഒരു സർക്കിളിന്റെ അകത്തേക്ക്, സോറി, ഇ റേസ് ടു സി എന്ന് പറഞ്ഞ റേഡിയസ് ആയിട്ട് വരുന്ന ഒരു സർക്കിളിന്റെ അകത്തേക്കാണ് അത് മാപ്പ് ചെയ്യുന്നത്. വിത്ത് സെന്റർ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെതും എന്ത് തന്നെയായിരിക്കും? ഒറിജിൻ തന്നെയായിരിക്കും. അപ്പൊ ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങള്. ജസ്റ്റ് ഫിഗർ പറഞ്ഞത് ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അതുപോലെ ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു റിയൽ ആക്സിസിന്, സോറി, ഒരു വേർട്ടിക്കൽ ലൈനിന് എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ലൈനിനെ എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്നിട്ടോ വേർട്ടിക്കൽ ലൈനിന്റെ ആ സീകൾക്ക് 3 കേസുകൾ എടുത്തിട്ട് എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്യുന്നതിന്റെ കാര്യം നോക്കി. അതുപോലെ തന്നെ ഇനി എന്ത് ചെയ്യണം? നമുക്കിനി വൈ ആക്സിസിനെ യൂണിറ്റ് സർക്കിളിന്റെ അകത്തേക്ക് മാപ്പ് ചെയ്യുന്നതാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് ഫിഗർ ഔട്ട് ചെയ്ത് എഴുതിയിട്ടില്ലേ. നോക്കിയാട്ടെ, വൈ ആക്സിസ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്യുക? യൂണിറ്റ് സർക്കിളിന്റെ അകത്തേക്ക്. അതായത് ആർ ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും അതിൻ്റെത്. ഇനിയോ എക്സ് ഇസ് ഈക്വൽ ടു സി, അതായത് ഇത് പോസിറ്റീവ് ആകുമ്പോൾ അത് എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്യുക? സർക്കിളിന്റെ വിത്ത് സെന്റർ 0 0യും റേഡിയസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 1നേക്കാളും വലുതായിരിക്കും. ഇനിയോ എക്സ് എന്ന് പറയുന്നത് അത് മൈനസ് സി ആകുമ്പോൾ, അതായത് നെഗറ്റീവ് സി ആകുമ്പോൾ ആ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 തന്നെയായിരിക്കും. റേഡിയസ് എന്ന് പറയുന്നത് മൈനസ് ഇ റേസ് ടു സി ആയിരിക്കും. അത് എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. ഇനി അതെങ്ങനെയാ ഫിഗറിൽ വരുന്നത് നോക്കാം. നിങ്ങൾ ഈ ഫിഗർ നോക്കിയാട്ടെ. ഞാനിവിടെ ഇതാ, ഇത് എന്ന് പറഞ്ഞ എന്താ? വൈ ആക്സിസുകളാണ്. അപ്പൊ വൈ ആക്സിസിന് എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്തിട്ടുണ്ടായത്? ഇതെവിടെ ഈ കട്ടിയിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു യൂണിറ്റ് സർക്കിൾ, അതിൻ്റെ അകത്തേക്കാ മാപ്പ് ചെയ്തത്. അതിന്റെ ആർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനിയോ ഞാൻ ഇതാ ഈ ഭാഗത്ത് റെഡ് ലൈൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. എന്താ? എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സീറോകളാകുമ്പോഴുള്ള ലൈനുകൾ. അതിനെ എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്യുന്നത്? ഈ ഒരു യൂണിറ്റ് സർക്കിൾ, അതായത് റേഡിയസ് 1 ആയിട്ടുള്ള യൂണിറ്റ് സർക്കിളിന്റെ പുറത്തെ ഭാഗത്തേക്ക്, അതായത് ആറുകൾ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഈ ഒരു പോയിന്റിനേക്കാളും, ഇതാണ് ആറ് ഈക്വൽ ടു 1 വരുന്ന സ്ഥലം. ഇതാ ഈ ഒരു പോർഷൻ തൊട്ട് ഇത്രയും പോർഷനാണ് നമ്മൾ റേഡിയസ് 1 വരുന്നത്. അപ്പം ഇതിനേക്കാളും വലിയ റേഡിയസിലേക്കാണ്, എന്താ, വലിയ റേഡിയസിലെ സർക്കിളിലേക്കാണ് നമ്മളെ ആ പോസിറ്റീവ് റിയൽ ആക്സിസിന്റെ അകത്തെ എക്സുകളെ മാപ്പ് ചെയ്യുന്നത് അല്ലെ? അപ്പം റേഡിയസ് ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള സർക്കിൾസ് ആണ് ഞാൻ ഇവിടെ റെഡ് ലൈൻസ് വെച്ചിട്ട് വരച്ചിട്ടുള്ളത്. ഇനിയോ ഇവിടെ എന്താ? നെഗറ്റീവ് റിയൽ ആക്സിസ്, അതായത് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് ആകുന്ന കേസിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ വരുന്ന ലൈൻസിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 1നേക്കാളും ചെറുതായിരിക്കും. അതായത് ഈ ഒരു യൂണിറ്റ് സർക്കിളിന്റെ ഉള്ളിൽ വരുന്ന ഈ കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് നമ്മളെ ആ ഫംഗ്ഷൻ എന്താ മാപ്പ് ചെയ്യുന്നത്. ഒന്നുമില്ല, ആദ്യം നമ്മളെ ഈ വൈ ആക്സിസ് എന്ന് പറയുന്നത് യൂണിറ്റ് സർക്കിളിന്റെ അകത്തേക്കും വൈ ആക്സിസിന്റെ തൊട്ടിപ്പുറത്ത്, അതായത് പോസിറ്റീവ് റിയൽ ആക്സിസിന്റെ അകത്തെ എക്സുകളാ ആ യൂണിറ്റ് സർക്കിളിന്റെ പുറത്തുള്ള സർക്കിൾസിന്റെ അകത്തേക്കും, നെഗറ്റീവ് റിയൽ ആക്സിസിന് എവിടത്തേക്കാ മാപ്പ് ചെയ്യുക? യൂണിറ്റ് സർക്കിളിന്റെ ഉള്ളിലത്തെ സർക്കിൾസിന്റെ അകത്തേക്കുമാണ് മാപ്പ് ചെയ്യിക്കുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്താട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം ജസ്റ്റ് ഒന്ന് ഫിഗർ ഔട്ട് ചെയ്ത് വരുമ്പോ എങ്ങനെയാ കിട്ടാന്നാ നോക്കുന്നത്. വൈ ആക്സിസിനെ യൂണിറ്റ് സർക്കിളിന്റെ അകത്തേക്ക്, പിന്നെയോ പോസിറ്റീവ് വൈ ആക്സിസിനെ
പോസിറ്റീവ് എക്സ് ആക്സിസിന് യൂണിറ്റ് സർക്കിളിന്റെ പുറത്തെ ഭാഗത്തെ സർക്കിളിലേക്ക്, അതായത് ആർ ഈക്വൽ ടു 1 വലിയ വലിയ സർക്കിളിന്റെ അകത്തേക്ക്, പിന്നെയോ നെഗറ്റീവ് റിയൽ ആക്സിസിന് ആർ ലെസ് ദാൻ വണ്ണുകളുള്ള സർക്കിളിന്റെ അകത്തേക്ക്. ഇങ്ങനെയാണ് നമ്മളെ ഇ റേസ് ടു സെഡ് മാപ്പ് ചെയ്യിക്കുന്നത്. അതായത് വെർട്ടിക്കൽ ലൈൻസുകളാണ് ഇതെല്ലാം, വെർട്ടിക്കൽ ലൈൻസുകൾ തന്നെയാണ്. പക്ഷെങ്കിൽ എന്താ 3 കേസസ് ആണ്. ഒന്ന് 0 ആകുന്ന കേസ്, ഒന്ന് ഗ്രേറ്റർ ദാൻ 0 ആകുന്ന കേസ്, ഒന്ന് ലെസ് ദാൻ 0 ആകുന്ന കേസ്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഇ റേസ് ടു സെറ്റ് ഓരോരോ വെർട്ടിക്കൽ ലൈനെയും മാപ്പ് ചെയ്യുന്നത്, ഓരോരോ പെർട്ടിക്കുലർ സർക്കിൾസിന്റെ അകത്തേക്ക് മാപ്പ് ചെയ്യുന്നതെന്ന് ഇപ്പം കിട്ടി. അപ്പൊ ഇതെല്ലാവർക്കും ക്ലിയർ ആണ്. ഇനിയോ നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യണം, ഹൊറിസോണ്ടൽ ലൈനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ, അത് സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ സെന്റർ, ഒറിജിന്റെ അകത്തേക്ക് കൂടി പാസ് ചെയ്യുന്ന ഒരു എന്താ ലൈൻസിന്റെ അകത്തേക്ക്, സ്ട്രെയിറ്റ് ലൈൻസുകളിലേക്കാണ് നമ്മളെ ഹൊറിസോണ്ടൽ ലൈൻ ഇ റേസ് ടു സെഡ് മാപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കിയാട്ടെ എങ്ങനെയാ വരുന്നത് എന്ന്. ഇത് ഞാനിവിടെ ഫിഗർ ചെയ്തിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ലൈൻ y is equal to k, അതായത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ്റെ ഇക്വേഷൻ ആണ് y is equal to k എന്ന് പറയുന്നത്. അതിനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിന്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്യിക്കുന്നത് എന്ന്. അപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, ഞാൻ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്, y is equal to k എന്ന് പറയുന്നത്. അത് നമ്മളെ എഫ് ഓഫ് സെറ്റുകൾ എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്യുന്നത്, ഇവിടെയുള്ള ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ എവിടാ പാസിംഗ് ത്രൂ ഒറിജിന്റെ അകത്തേക്ക് കൂടി പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിനകത്തേക്കാണ് മാപ്പ് ചെയ്യിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയാട്ടെ, ഞാൻ ഇവിടെ ഒരു സെറ്റ് ഓഫ് ഹൊറിസോണ്ടൽ ലൈൻസ് കൺസിഡർ ചെയ്യുന്ന, ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയാ മാപ്പ് ചെയ്യാ, ഇവിടെ സെഡ് പ്ലെയിനുകളുടെ അകത്ത് ഇങ്ങനെയുള്ള ആരോസ് ആയിട്ട്, നമ്മൾ ഈ ചെറിയ ക്ലാസ്സിലെല്ലാം പഠിക്കുന്ന സമയത്ത് സൂര്യനെല്ലാം വരച്ചു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് റേസ് വരുന്നില്ലേ, ആ ഒരു പോർഷൻ്റെ അകത്ത് ഇങ്ങനെ റേസ് വരുന്ന പോലെ, അതേപോലെയാണ് നമ്മളെ ഈ ഹൊറിസോണ്ടൽ ലൈനിനെ ഈ റേസ് ടു സെറ്റുകൾ മാപ്പ് ചെയ്യുന്നത്. ഒരു എന്താ പറയാ, നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞുതരാം, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ലൈനിനെ മാപ്പ് ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ അതിന്റെ തൊട്ട് താഴെയുള്ളതോ തൊട്ട് മുകളിലോ ലൈൻ എങ്ങനെയാ, അതിന് തൊട്ട് ഇങ്ങനെ സൈഡിലേക്ക് കൂടി പോകും, അങ്ങനെയാണ് മാപ്പ് ചെയ്യുന്നത്. ഈ ഒരു സെറ്റ് ഓഫ് ഹൊറിസോണ്ടൽ ലൈനിനെ ഇങ്ങനെയുള്ള ഒരു ഇമേജുകളായിട്ടാണ് നമുക്ക് കിട്ടുക. ഒരു അതന്നെ നമ്മളിപ്പോ പണ്ട് സൂര്യനെല്ലാം വരക്കുമ്പോ ഇങ്ങനെ താഴോട്ടേക്ക് റേസ് എല്ലാം ആക്കിയിട്ട് ഇങ്ങനെ വരക്കുന്നുണ്ടാവൂലേ, അതേ ഒരു ടൈപ്പ് ഫിഗറാണ് നമുക്ക് കിട്ടുക നമ്മളെ ഹൊറിസോണ്ടൽ ലൈനെ ഈ റേസ് ടു സെറ്റുകൾ മാപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകുമ്പോൾ. ക്ലിയർ ആയോ എല്ലാവർക്കും ഈ കാര്യം? ഈ ഫിഗർ വന്നതെല്ലാം ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്തട്ടെ നിങ്ങൾ എല്ലാരും, ഒന്ന് കമന്റ് ചെയ്യട്ടാ. ക്ലിയർ ആയിനോ ക്ലിയർ ആയിട്ടില്ലയോ? ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്, എന്തായാലും നമുക്ക് ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്തെല്ലാം നമ്മൾ പഠിച്ചത്, എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു സെഡ് ആണ്. അങ്ങനെയുള്ള ആ ഒരു മാപ്പിനെ നമ്മളെ ഹൊറിസോണ്ടൽ ലൈനിനെ വെർട്ടിക്കൽ ലൈനിനെ സർക്കിൾസിന്റെ അകത്തേക്ക്, ഏതെല്ലാം സർക്കിൾസിന്റെ അകത്തേക്കാ മൂവ് ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ കേസ് 1 കേസ് 2 കേസ് 3 എന്ന് എടുത്തിട്ട് ഒന്ന് യൂണിറ്റ് സർക്കിളിന്റെ അകത്തേക്ക്, പിന്നെ ഔട്ടർ യൂണിറ്റ് സർക്കിളിന്റെ അകത്തേക്ക്, യൂണിറ്റ് സർക്കിളിന്റെ പുറഭാഗത്തേക്ക്, പിന്നെ ഇന്നർ യൂണിറ്റ് സർക്കിളിന്റെ അകത്തേക്ക്, അതായത് യൂണിറ്റ് സർക്കിളിന്റെ ഉള്ളിലത്തെ സർക്കിൾസിന്റെ അകത്തേക്ക്, ഇങ്ങനെ 3 കേസ് അവിടെ പറഞ്ഞു. പിന്നെയോ നമുക്ക് വൈ ആക്സിസ്, അതായത് ഒരു ഹൊറിസോണ്ടൽ ലൈനിനെ മൂവ് ചെയ്യിക്കുന്നത് ഇങ്ങനെ റേസ് ആയിട്ടാണ്, നമ്മുടെ സെന്ററിലേക്ക് കൂടി കടന്നു പോകുന്ന ആ ഒരു റേസ് ഫോമിന്റെ അകത്താണ് ഇമേജസ് ആയിട്ട് കിട്ടുക എന്നും പറഞ്ഞു തന്നു. ഇനി നിങ്ങളോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇ റേസ് ടു സെഡ് കൺഫോമൽ ആണോ കൺഫോമൽ അല്ലയോ എന്ന്. അപ്പൊ എല്ലാരും പറഞ്ഞു ഇ റേസ് ടു സെഡ് എന്ന് പറയുന്നത് കൺഫോമൽ ആണ്, എല്ലാ പോയിന്റിലും അത് കൺഫോമൽ ആണെന്ന്. അത് നമ്മള് സാധാരണ നമ്മളെ അറിയുന്ന ഇക്വേഷൻ വെച്ചിട്ട്, അതായത് എഫ് ഡാഷ് ഓഫ് സെഡുകൾ 0 ആകുന്ന പോയിന്റിൽ കൺഫോമൽ അല്ല എന്നാ പറഞ്ഞിട്ടുണ്ടായത്. ആ ഒരു ഇക്വേഷൻ വെക്കുമ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. നോക്കിയാട്ടെ, എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു സെഡ് ആയിട്ട് ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എഫ് ഡാഷ് ഓഫ് സെഡുകൾ എന്താ, ഇ റേസ് ടു സെഡ് തന്നെയാണ്. പിന്നെയോ അത് നോട്ട് ഈക്വൽ ടു 0 ആവും. എല്ലാ പോയിന്റുകളിലും എന്താ, നോട്ട് ഈക്വൽ ടു 0 ആണ്. കാരണം ഇ റേസ് ടു സെഡിനെ 0 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് മാപ്പ് ചെയ്യാൻ ഒരു സെറ്റുകൾ പോലും ഇല്ല നമ്മളെ കോംപ്ലക്സ് പ്ലെയിൻ്റെ അകത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മളെ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ഇ റേസ് ടു സെഡ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ എല്ലാ പോയിന്റിലും കൺഫോമൽ ആണെന്ന് കേൾക്കും. ഹലോ, കേൾക്കുന്നില്ല ആയിരിക്കും? കൃഷ്ണേന്ദുന് മാത്രാണോ അല്ലെങ്കിൽ എല്ലാവർക്കും കേൾക്കാണ്ടുണ്ടോ?
ഓക്കെ, കേൾക്കുന്നുണ്ട് അല്ലെ? കൃഷ്ണേന്ദുവിന്റെ റേഞ്ച് പോകുന്നതാണ് കേട്ടോ. അത് നീ ഒന്ന് നോക്കിയിട്ട് പറയ്. കിട്ടാത്ത കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇറേസ് ടു സെഡ് എന്ന് പറയുന്നത് എല്ലാ പോയിന്റിലും കൺഫോമിലാണെന്ന് നമുക്ക് കിട്ടി. ഇനി അതെങ്ങനെയാ ഫിഗറിന്റെ അകത്ത് പറയാൻ നോക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ, സെഡ് പ്ലെയിനിന്റെ അകത്തെ ഏതൊരു ഫിഗറിനെയും ഡബ്ല്യു പ്ലെയിനിന്റെ അകത്തേക്ക് മാറ്റുമ്പോൾ അവിടെ എന്ത് പ്രിസർവ് ചെയ്യും, നമ്മളെ ആംഗിളും പിന്നെയോ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒക്കെ പ്രിസർവ് ചെയ്യുന്നു. അപ്പം ഇവിടെ എങ്ങനെയാ പ്രിസർവ് ചെയ്യുന്നത് നോക്കാം. നോക്കിയാട്ടെ, ഞാൻ ഇവിടെ ഇതൊരു കുറച്ച് ഡാർക്ക് ആയിട്ട് ഒരു പോയിന്റ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അത് എന്ന് പറയുന്നതാണ് ഈ ഞാൻ ചൂസ് ചെയ്യുന്ന ആ സെഡ് പ്ലെയിനിന്റെ അകത്തെ ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ആ കോംപ്ലക്സ് നമ്പറിന്റെ അകത്ത് എന്താ, ഒരു ഹൊറിസോണ്ടൽ ലൈനും പാസ് ചെയ്യുന്നുണ്ട്, ഒരു വെർട്ടിക്കൽ ലൈനും പാസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെയും പാസ് ചെയ്യുന്നുണ്ട്, ഒരു വെർട്ടിക്കൽ ലൈൻ ഇങ്ങനെയും പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ടച്ച് ചെയ്യുന്ന ആ പോയിന്റ് ആണ് എന്ത്, ഞാൻ ഇവിടെ ചൂസ് ചെയ്ത കോംപ്ലക്സ് നമ്പർ. അതായത് ഞാൻ ഇവിടെ ചൂസ് ചെയ്തത് എക്സ് ഇസ് ഈക്വൽ ടു C1 എന്ന് പറയുന്ന ഒരു ലൈനാണ്. എക്സ് ഇസ് ഈക്വൽ ടു C1 എന്ന് പറയുന്ന ഒരു ലൈനും y ഇസ് ഈക്വൽ ടു C2 എന്ന് പറയുന്ന ഒരു ലൈനും. അപ്പം ആ ഒരു Z എന്ന് പറഞ്ഞ എന്തായിരിക്കും, C1 പ്ലസ് C2 എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുക അല്ലെ? കാരണം എന്താ, ഇതാണ് നമ്മളെ റിയൽ പാർട്ട്, ഇതാണ് നമ്മൾ ഇമാജിനറി പാർട്ട്. റിയൽ പാർട്ട് പ്ലസ് ഇൻറ്റു ഇമാജിനറി പാർട്ടാണ് നമ്മളെ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ റെപ്രസെന്റ് ചെയ്തത് C1 പ്ലസ് C2 എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, ഞാൻ പറഞ്ഞു ഒരു വേർട്ടിക്കൽ ലൈന സർക്കിളിന്റെ അകത്തേക്കാണ് നമ്മളെ ഇറേസ് ടു സെഡ് മൂവ് ചെയ്യിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാനിതാ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് നോക്കിയാട്ടെ, ഡബ്ല്യു പ്ലെയിന്റെ അകത്ത് ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. പിന്നെയോ നമ്മളെ ഓരോരോ ഹൊറിസോണ്ടൽ ലൈൻസും എങ്ങോട്ടേക്കാ മൂവ് ചെയ്യുന്നത്, ഓരോ ഹൊറിസോണ്ടൽ ലൈൻസുകളും എങ്ങനെയാ പാസ് ചെയ്യുന്നത്, സീറോന്റെ അകത്തേക്ക് കൂടി പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാ കിട്ടുക എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാനതാ സീറോയിലേക്ക് കൂടി പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനും വരച്ചിട്ടുണ്ട് അല്ലെ? അതായത് നമ്മളെ എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്നത് ഒരു സർക്കിളിന്റെ അകത്തേക്കും വൈ ഇസ് ഈക്വൽ ടു കെ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിനുമാണ് വരച്ചിട്ടുള്ളത്. ഫിഗർ എല്ലാവർക്കും ക്ലിയർ അല്ലേ പറഞ്ഞത്? ഒന്ന് കമന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ ഫിഗർ പറയുന്നത്? ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, ഇവിടെ ഈ ഒരു പോയിന്റ്, അതായത് എക്സ് ഇസ് ഈക്വൽ ടു C1, വൈ ഇസ് ഈക്വൽ ടു C2 എന്ന് പറയുന്ന ആ രണ്ട് പോയിന്റുകൾ മീറ്റ് ചെയ്തിട്ടാണ് എനിക്ക് അവിടെയുള്ള ഒരു കോംപ്ലക്സ് നമ്പർ കിട്ടിയത്. ആ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് നോക്കിയാട്ടെ നിങ്ങള്, ഈ ഒരു ലൈനും കൂടി ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, തീറ്റ ആയിരിക്കും. ആ തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? കാരണം എന്താ, ഓരോരോ പോയിന്റുകളും ഇങ്ങനെ ഒന്നിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മറ്റേത് വരുന്നത്. ഒരു ഹൊറിസോണ്ടൽ ലൈനും അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു വെർട്ടിക്കൽ ലൈനുമാണ് വരുന്നത്. അപ്പൊ അവിടെ ഓരോരോ പോയിന്റ്സുകൾ ഉണ്ടാക്കുന്നത് എന്തായിരിക്കും, 90 ഡിഗ്രീസ് ആയിരിക്കും. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് വരുന്ന ഇമേജുകൾ നോക്കിയാട്ടെ, ഒരു സർക്കിൾ, അതായത് നമ്മളെ വെർട്ടിക്കൽ ലൈൻ സർക്കിളിന്റെ അകത്തേക്കും ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു റേന്റെ അകത്തേക്കും, സീറോയിലേക്ക് കൂടി പാസ് ചെയ്യുന്ന ഒരു റേന്റെ അകത്തേക്കും. അപ്പൊ അവിടെ എന്തുണ്ട്, ഈ രണ്ട് പോയിന്റ് മീറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ഉണ്ട്. നോക്കിയാട്ടെ, അതെന്തുപോലെ ആക്ട് ചെയ്യുന്നത്, ആ ഒരു പോയിന്റ് ഈ ഒരു ഞാനിവിടെ സെലക്ട് ചെയ്ത ഭാഗം, ആ ഒരു പോയിന്റിന്റെ അകത്ത് എന്താ ശരിക്കും സംഭവിക്കുന്നത്, ഈ ഒരു സർക്കിളിന്റെ ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ, ആ സർക്കിളിനെ ടച്ച് ചെയ്തിട്ട് ഒരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ, ആ ടാൻജന്റും നമ്മളെ ആ വി ഇസ് ഈക്വൽ ടു MU എന്ന് പറയുന്ന ആ ഒരു ലൈനും കൂടി എന്താണ് ഉണ്ടാക്കുക, അവിടുത്തെ തീറ്റ എന്ത് തന്നെയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. കാരണം ഒരു സ്ഫിയറിന് എപ്പം നമ്മൾ, അല്ലെങ്കിൽ ഒരു സർക്കിളിന് എപ്പം നമ്മൾ ടാൻജന്റ് വരച്ചു കഴിഞ്ഞാലും ആ ടാൻജന്റുകൾ 90 ഡിഗ്രി തന്നെയായിരിക്കും. അപ്പം ഇവിടെ ഞാനൊരു പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെയാ വന്നത് മനസ്സിലായിട്ടില്ലേ? നമ്മളെ സെഡ് പ്ലെയിനിന്റെ അകത്തെ വൈന്റെ ഇമേജും സെഡ് പ്ലെയിനിന്റെ അകത്തെ എക്സിന്റെ ഇമേജും കൂടി കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റിന്റെ അകത്ത് ടാൻജന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെന്നെയാ കിട്ടുക, 90 ഡിഗ്രി തന്നെയാ കിട്ടുക. അതായത് നമ്മൾ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും, സെഡ് പ്ലെയിനിൽ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ഇമേജ് എന്ന് പറയുന്നതിനും എന്തായിരിക്കും, സെയിം ആംഗിൾ ആയിരിക്കും, സെയിം മാഗ്നിറ്റ്യൂഡ് തന്നെയായിരിക്കും, സെയിം ഡയറക്ഷൻ തന്നെയായിരിക്കും. ആ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നിങ്ങൾക്ക് കുറച്ചും കൂടി ഇമാജിൻ ചെയ്യാനുണ്ട്. അതിപ്പം എങ്ങനെയാ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതെന്ന് അറിയില്ല. നമുക്ക് ആകെ ഇത് മാത്രം നോക്കിയാൽ ശരിക്കും നമ്മളെ ആംഗിൾ തന്നെ
കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. പിന്നെ ഓരോരോ മൈന്യൂട്ട് ആയിട്ടുള്ള പോയിന്റും അതേ പോയിന്റിലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കറോ, ഇവിടെ ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സീറോന്ന് എത്ര ഡിസ്റ്റൻസ് ദൂരത്താണോ ഈ ഒരു പോയിന്റ് ഉള്ളത്, അതേ ഡിസ്റ്റൻസ് ദൂരത്തിൽ തന്നെയാണ് ആ ഒരു സെഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താ ഇമേജ് വരുന്നത്. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് തന്നെയായിരിക്കും, ഇവിടെ ഏതാണോ മാഗ്നിറ്റ്യൂഡ് അത് തന്നെയായിരിക്കും ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡും വരുന്നത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? അപ്പം ഇങ്ങനെയാണ് നമ്മളെ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൺഫോമൽ ആണെന്ന് ഫിഗറിൽ പറയുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്തട്ടെ നിങ്ങൾ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനിതാ ഇവിടെ ഒരു സെഡ് പ്ലെയിനിന്റെ അകത്തൊരു എന്താ ഒരു ഇങ്ങനെ ഒരു ഇമേജ് കൺസിഡർ ചെയ്യുന്നു. അതായത് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചതുരം കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇമേജ് എങ്ങനെയാ ഉണ്ടാവുക, ഏത് പോർഷനാണ് ഉണ്ടാവുക ഒന്ന് നിങ്ങൾ നോക്കിയാട്ടെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം നമ്മള് ആ ഇതാ ഈ ഒരു പോർഷൻ, ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനും, ഈ രണ്ട് സാധനങ്ങൾ എന്താ ശരിക്ക്, അതും ഇതും എന്ന് പറഞ്ഞ എന്താ ഓരോ സ്ട്രെയിറ്റ് ലൈൻസ് ആണ് അല്ലെ, പാരലൽ എങ്ങനെ വൈ ആക്സിസിനോട് പാരലൽ ആയിട്ടില്ലേ, അതായത് രണ്ട് വേർട്ടിക്കൽ ലൈൻസുകളാണ്. ഒന്നാമത്തെ വേർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത് വൈ ആക്സിസ് തന്നെയാണ്. രണ്ടാമത്തെ വേർട്ടിക്കൽ ഇതും കൂടി പറഞ്ഞിട്ട് പിന്നെ ഞാൻ വീണ്ടും ഇത് പറഞ്ഞു തരേണ്ടി വരില്ല, ഇത് വേഗം കഴിയും. അപ്പം ഇത് എന്ന് പറഞ്ഞ ഒരു വേർട്ടിക്കൽ ലൈനാണ്, അപ്പുറത്തതും എന്താ ഒരു വേർട്ടിക്കൽ ലൈനാണ്. അപ്പം y ഇസ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമ്മളെ വൈ ആക്സിസ് ആണ്. ആ വൈ ആക്സിസിന്റെ ഇമേജ് എന്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂണിറ്റ് സർക്കിൾ ആണ്. അതാണ് ഇവിടെ ഈ 1ലും -1ന്റെ അകത്തേക്ക് കൂടി പാസ് ചെയ്യുന്ന ഇതാ ഈ കുഞ്ഞി സർക്കിൾ ആയിട്ട് വരച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ആ വെർട്ടിക്കൽ ലൈൻ എങ്ങോട്ടേ മൂവ് ചെയ്തത്, ഇ റേസ് ടു 1 അല്ലെ. ഇവിടുത്തെ സി എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് ഇ റേസ് ടു 1 എന്ന് പറയുന്നത് എന്താ ഇ തന്നെ, ഇന്റെ വാല്യൂ എന്ന് പറയുന്നത് 2.7 സംതിങ് വരും. അപ്പം അതാണ് ഈ വലിയൊരു സർക്കിളിന്റെ ആ ഫോമിൽ വരച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ആ ഒരു ആനുലർ റീജിയന്റെ അകത്താണ് ഇമേജ് വരുന്നത് കിട്ടി. ഇനി നമുക്ക് ഇനി എന്ത് കൂടി കൺസിഡർ ചെയ്യണം, ഇതാ ഇവിടെ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈന് കൂടി കൺസിഡർ ചെയ്യണം, രണ്ട് ഹൊറിസോണ്ടൽ ലൈന് കൂടി. അപ്പോൾ ഈ താഴത്തെ ഹൊറിസോണ്ടലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതാ ഈ താഴത്തെ റേ വരും. പിന്നെ നടുക്കത്തെ പോർഷൻസ് എല്ലാം ഓരോരോ കുഞ്ഞു കുഞ്ഞു റേസ് ആയിട്ട് ഇതാ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ആക്ട് ചെയ്യും. പിന്നെയോ ലാസ്റ്റത്തെ ഈ മുൾഭാഗത്തെ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് ഈ റേ ആയിട്ടും കൂടി ആക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഈ ഒരു ചതുരത്തിന് ഇങ്ങോട്ടേക്ക് ഇതാ ഇവിടെ ഒരു ചതുരം പോലെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും ക്ലിയർ അല്ലേ ഈ ഒരു ഫിഗർ പറഞ്ഞത്? ഒന്ന് നിങ്ങൾ നോക്കുക, നോക്കിയിട്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ചോദിക്കാം, ഞാൻ പറഞ്ഞുതരാം. ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞാട്ടെ. റോൾ നമ്പർ 1 4 ആദ്യം പറഞ്ഞു വെച്ചല്ലേ. റോൾ നമ്പർ 1 2 3 4 5 6 7